അസമിന്റെ സാംസ്കാരിക അടയാളമായ ബിഹു നൃത്തം നെഞ്ചിലേറ്റി കണ്ണൂരുകാർ. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് അസം ജുങ്ക കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ ബിഹു നൃത്തം അവതരിപ്പിച്ചത്. അസമിലെ നാടോടി നൃത്തരൂപമാണ് ബിഹു. കാർഷിക വൃത്തിയും വംശീയ സൗഹൃദവും ഊട്ടിയുറപ്പിക്കലാണ് ഈ കലാരൂപത്തിന്റെ ലക്ഷ്യം. പ്രകൃതിയെയും പ്രണയത്തെയും കുറിച്ചുള്ള ഗാനങ്ങളാണ് ഇതിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. വർഷത്തിൽ 3 ബിഹുവാണ് അസമിൽ ആഘോഷിക്കുന്നത്. ഒക്ടോബർ മാസത്തിൽ കാതി ബിഹുവും, ജനുവരിയിൽ മാഘ് ബിഹുവും, ഏപ്രിലിൽ രംഗോളി ബിഹുവും ആഘോഷിക്കുന്നു. രംഗോളി ബിഹു എന്നാൽ ആനന്ദത്തിന്റെ ഉത്സവമെന്നും, ബഗോളി ബിഹു ഭക്ഷണത്തിന്റെ ഉത്സവമെന്നും, കൊഗോളി ബിഹു എന്നാൽ പാവങ്ങളുടെ ഉത്സവം എന്നുമാണ് അർത്ഥം. രംഗോളി ബിഹു വിതയ്ക്കാനുള്ള സമയം വന്നെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാറ് പറിച്ചു നടാൻ കാലമായെന്ന് ഓർമ്മിപ്പിച്ചാണ് കൊങ്കോളി ബിഹു എത്തുക. ഇരട്ടത്തലയുടെ ദോൾ, കൊമ്പ്, പുല്ലാങ്കുഴൽ തുടങ്ങിയ സംഗീതോപകരണങ്ങളാണ് ബിഹുവിന് ഉപയോഗിക്കുന്നത്. കണ്ണൂറുകാർക്ക് പരിചിതമല്ലാത്ത കലാരൂപത്തെ നേരിട്ടറിയാൻ 100 കണക്കിന് ആളുകളാണ് പോലീസ് മൈതാനത്തെത്തിയത്. വേറിട്ട ചുവടുകളിലൂടെ ബിഹുവിന്റെ അന്തസത്ത ആസാമീസ് ഭാഷ അറിയാത്തവരുടെ ഹൃദയത്തിൽ പോലും പതിഞ്ഞു. പവൻ സൈക്കിയൽ, ഭാർത്ത സൈക്കിയ പ്രഞ്ചൽ, ഉദ്ദീപ്തോ നാരായണൻ ദാസ്, ചയാനിക ദുഡ്ഡ, ഋതുപർണ ബോറ, പ്രാങ്കന കശ്യപ് തുടങ്ങിയ കലാകാരന്മാരാണ് ബിഹു അവതരിപ്പിച്ചത്. ഇതോടൊപ്പം ഷൈൻ വെങ്കിടങ് ആൻഡ് ഷിവോക്സ് ടീം അവതരിപ്പിച്ച ഗാനമേളയും കാണികൾക്ക് മികച്ച അനുഭവമായി.